റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ മികച്ച പുരോഗതി കൈവരിച്ചതായി യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി ഫ്ലോറിഡയിൽ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ട്രംപിന്റെ വിശദീകരണം. വ്ളാഡിമിർ പുടിനുമായി 2 മണിക്കൂർ ഫോണിൽ സംസാരിച്ചതായും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഗൗരവമേറിയ 2 വിഷയങ്ങൾക്കും പരിഹാരമായിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു. Terrific meeting. We discussed a lot of things. As you know, I had an excellent phone call with President Putin that lasted for over 2 hours. We discussed a lot of points, and I do think we're getting a lot closer, maybe very close. And we had a great talk with them after we were completed. We thought it was appropriate to speak with them. And our meeting was excellent. We covered, somebody would say 95%, I don't know what percent, but we have made a lot of progress on ending that war, which is really certainly the most deadly war since World War II, probably the biggest war since World War II. എന്നാൽ സമാധാന ധാരണയിൽ 90% അംഗീകരിച്ചതായി സെലൻസ്കിയും കൂട്ടിച്ചേർത്തു. And we discussed all the aspects of the peace framework, which includes, and we have great achievements, 20-point peace plan, 90% agreed, and U.S.-Ukraine security guarantees 100% agreed. U.S.-Europe-Ukraine security guarantees almost agreed. Military dimension 100% agreed. Prosperity plan being finalized, and we also discussed the sequencing of the following actions. And വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ മികച്ച പുരോഗതി കൈവരിച്ചതായാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഗോപിക, ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ച, അതായത് ഡൊണാൾഡ് ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷമുള്ള നിലപാടുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. ട്രംപ് വളരെ കൃത്യമായി പറയുന്നത് യൂറോപ്യൻ നേതാക്കളുമായും അതുപോലെ തന്നെ പുടിനുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ഫോണിൽ സംസാരിക്കുകയും ചെയ്തു എന്നും അറിയിക്കുന്നുണ്ട്. ഫ്ലോറിഡയിലാണ് ഈ ചർച്ചകളെല്ലാം തന്നെ നടന്നത്. 20 ദിന സമാധാന നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് നേരത്തെ മുന്നോട്ട് വെച്ച 28 സമാധാന ചർച്ചകളിൽ അത് 20 ദിന സമാധാന ചർച്ചകളായി അവസാന 20 ദിനങ്ങളായി ചുരുക്കുകയും കൃത്യമായ ഒരു ധാരണയിലെത്തുകയും ചെയ്തിരുന്നു. അതിൽ മറ്റ് നിർണായകമായ പല ഘടകങ്ങളുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഡോൺബാസ് മേഖലയിലെ സ്വതന്ത്ര മേഖലയായി പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണായി പ്രഖ്യാപിക്കുക എന്നൊരു നിലപാടുണ്ടായിരുന്നു. എന്നാൽ ആ നിലപാട് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു വിഷയത്തിലും സമാനമായ അംഗീകാരമില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ സമാനമായ ഒരു സന്നിഗ്ധാവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്ന് അല്ലെങ്കിൽ ഒരു സംഘർഷം നിലനിൽക്കുന്നുണ്ട് എന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. 2 കാര്യങ്ങളിലാണ് പ്രധാനമായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം ഇപ്പോൾ സങ്കീർണമായി തുടരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സെലൻസ്കിയും പറയുന്നത് തുടർന്നങ്ങോട്ടുള്ള ചർച്ചകളിലെല്ലാം തന്നെ കാര്യമായ പുരോഗതിയുണ്ട്, 90% ഈ ചർച്ചകളെല്ലാം തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് സൈനിക പിന്മാറ്റവും അതുപോലെ തന്നെ നാറ്റോ അംഗത്വം സംബന്ധിച്ച വിഷയങ്ങളുമായിരുന്നു. നാറ്റോ അംഗത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നാറ്റോ നേതൃത്വവുമായി അല്ലെങ്കിൽ നാറ്റോ അധ്യക്ഷനുമായുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നും ട്രംപ് വിശദീകരിക്കുകയും ചെയ്തിരുന്നു തന്റെ നിലപാടുകളുടെ ഭാഗമായി. അത്തരത്തിൽ ട്രംപിന്റെ ഇടപെടലും അതുപോലെ തന്നെ യൂറോപ്യൻ നേതാക്കളുടെ ഇടപെടലും എല്ലാം തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പരിധിവരെ ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാനുള്ള സാധ്യതയിലേക്ക് നീങ്ങുന്നുണ്ട് എങ്കിൽ കൂടി ചില പോയിന്റുകളിൽ സംഘർഷം നിലനിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടുപേരുടെയും വാക്കുകളിൽ നിന്ന്, അതായത് സെലൻസ്കിയുടെയും ഡൊണാൾഡ് ട്രംപിന്റെയും വാക്കുകളിൽ നിന്നും അത് തന്നെയാണ് വായിച്ചെടുക്കാനും സാധിക്കുന്നൊരു പശ്ചാത്തലമുള്ളത്. തീർച്ചയായും അതീവ സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും സംഘർഷം അഴയുന്നു എന്ന് പ്രതീക്ഷ നൽകുന്നുണ്ട് എങ്കിൽ കൂടി ചില സാഹചര്യങ്ങൾ ഇപ്പോഴും അത്ര ഗുണകരമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, സൈനിക നടപടി ഉൾപ്പെടെ നീങ്ങുകയും ഡോൺബാസ് മേഖലയിലും അതുപോലെ ഡൊണസ്കിലും ലൊഹാൻസ്കിലും എല്ലാം തന്നെ കൃത്യമായി സൈന്യത്തെ യുക്രൈൻ പിൻവലിച്ചില്ലെങ്കിൽ സൈനിക നടപടിയിലൂടെ തന്നെ ആ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള നീക്കങ്ങൾ തങ്ങൾ നടത്തുമെന്ന് കൃത്യമായി തന്നെ പുടിൻ പറയുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് തൊട്ടടുത്ത ദിവസം, അതായത് ചർച്ചകൾ നടക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഇത്തരത്തിലൊരു നിലപാടാണ് പുടിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ വിശദമായി അദ്ദേഹത്തോട് ചർച്ച ചെയ്തു, ഫോണിൽ സംസാരിച്ചു എന്നും അറിയിക്കുന്നുണ്ട്. തീർച്ചയായും ഇപ്പോൾ സംഘർഷം അഴയുന്നതിനുള്ള സാഹചര്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. സ്വാഭാവികമായും അത് കുറെ കൂടി കാര്യക്ഷമമായ ഒരു നേട്ടം കൈവരിക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ കൂടി ചില കാര്യങ്ങളിലുള്ള ഈ അസന്നിഗ്ധമായ ഒരു സന്നിഗ്ധാവസ്ഥ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു സംഘർഷാവസ്ഥയും സങ്കീർണാവസ്ഥയും നിലനിൽക്കുന്നത് യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകൾ ശാശ്വതമായി പരിഹരിക്കുന്നതിലെ ഒരു കാലതാമസത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. തീർച്ചയായും മേഖലകളിൽ, അതായത് റഷ്യയുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളായ റഷ്യൻ നിയന്ത്രണ മേഖലകൾ അല്ലെങ്കിൽ റഷ്യൻ അനുകൂല ഗോത്രവർഗ്ഗങ്ങൾ താമസിക്കുന്ന മേഖലകളും
മേഖലകളിലും അതുപോലെ തന്നെ മറ്റു ഡോൺബാസ് മേഖലയിൽ നിന്നുൾപ്പെടെ സൈന്യത്തെ പിൻവലിക്കാനുള്ള തീരുമാനം യുക്രൈൻ എടുക്കണമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. അതിന് തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു പ്രധാന ഘടകം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ യുക്രൈന് സുരക്ഷ ഒരുക്കണം, അതായത് നാറ്റോ അംഗമല്ലാതിരുന്നിട്ട് കൂടി യുക്രൈന് സുരക്ഷ ഒരുക്കണം എന്നൊരു നിലപാട് അറിയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് പോളണ്ടിന്റെയും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള രാജ്യങ്ങളുടെ റഷ്യയുടെ അയൽ രാജ്യങ്ങളുടെയും യുക്രൈൻ്റെ അയൽ രാജ്യങ്ങളുടെയും അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളുടെയും എല്ലാം തന്നെ നേതൃത്വവുമായി ചർച്ച ചെയ്യുന്നതിനുള്ളൊരു നീക്കം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ടെലിഫോണിൽ ചർച്ച ചെയ്യുന്നതിനുള്ള നീക്കം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്, തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ട്രംപിന്റെ അല്ലെങ്കിൽ സെലൻസ്കിയുടെ ആവശ്യത്തോട് വളരെ അനുകൂലമായ ഒരു നിലപാടാണ് ഇപ്പോൾ ട്രംപ് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് പല വശങ്ങളുണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട പല വശങ്ങളിലും പരിഹാരമാകാനുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ ചില സങ്കീർണാവസ്ഥകൾ ചില ഇടങ്ങളിൽ നിലനിൽക്കുകയും അത് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത്. അധികം വൈകാതെ തന്നെ യുക്രൈൻ യുദ്ധം പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയും നിലനിൽക്കുന്നുണ്ട്. ശരി, ഐസൻ ജോസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.